ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ജലം എന്ന ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് വീഡിയോ. ഇതിന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ജലസ്രോതസ്സുകളും അതുപോലെ ജലത്തിന്റെ മറ്റ് പ്രത്യേകതകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കാര്യമായിട്ടും ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ ജലത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം ജലത്തിന് കുറേ സ്വഭാവ സവിശേഷതകളുണ്ട്. അതിൽ ഏകദേശം പ്രധാനപ്പെട്ട 4 സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ജലം തിളനില, ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ പറ്റിയിട്ടാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം ചൂടായി തിളച്ച് ബാഷ്പമായി എന്ന് വെച്ചാൽ ആവിയായി മാറുന്ന ആ താപനിലയാണ് നമ്മൾ തിളനില എന്ന് വിളിക്കുന്നത്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് തിളയ്ക്കാൻ തുടങ്ങുന്നത്. രണ്ടാമത്തേത് ജലതാപധാരിത, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് താപധാരിത? ഒരു പദാർത്ഥത്തിന് താപം ആഗിരണം ചെയ്യാനും അത് ഉൾക്കൊള്ളാനുമുള്ള അല്ലെങ്കിൽ താങ്ങി നിർത്താനുമുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് ഉയർന്ന താപധാരിത ഉണ്ട്. ജലത്തിന് ഉയർന്ന താപധാരിത ഉള്ളത് കൊണ്ട് തന്നെ അതിന് മറ്റു കുറച്ച് യൂസസ് കൂടെ ഉണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. കുറെ ഉപയോഗങ്ങളിൽ നമ്മൾ ഈ താപധാരിതന്റെ പിന്നെയും നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന രീതിയിലുള്ള നമ്മളെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് യൂസസ് മാത്രമാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. ഒന്നാമതായിട്ട് റേഡിയേറ്ററുകളിൽ, വാഹനങ്ങളുടെ എഞ്ചിനിൽ ഉണ്ടാകുന്ന അമിത ചൂട് നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ വെള്ളം കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നാമതായിട്ട് ഒരു യൂസ് ആണെന്ന് പറയാം. രണ്ടാമത് തണുപ്പിക്കാൻ, ചൂടായ യന്ത്രഭാഗങ്ങളും വസ്തുക്കളും മറ്റും തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് വരുന്നത് ഭൂമിയുടെ താപനില. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ഇത് ഭൂമിയിലെ കാലാവസ്ഥയെയും താപനിലയെയും ക്രമീകരിച്ച് നിലനിർത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തെ സവിശേഷതയാണ് ജലം ഘനീഭവിക്കൽ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ. ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരരൂപത്തിലാകുന്ന, അതായത് ഐസായി മാറുന്ന പ്രക്രിയയാണിത്. ഒരു ദ്രാവകം മഞ്ഞുകട്ടയായി മാറുന്ന താപനിലയെ നമ്മൾ കാരംഗം, ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നു. ജലത്തിന്റെ കാരംഗം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവസാനമായിട്ട് വരുന്നതാണ് ജലപ്രതല ബലം എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു വെള്ളത്തിന്റെ സവിശേഷതയാണ്. ഇതൊന്ന് വളരെ സിമ്പിളായ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള തന്മാത്രകളെ മറ്റ് ജല തന്മാത്രകൾ ഉള്ളിലേക്ക് വലിഞ്ഞു മുറുകി നിർത്തുന്നു. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഇത് ഞാൻ നോക്കി മനസ്സിലാക്കിയ ടൈമിൽ ഇതിലൂടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്, ഇത് എനിക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ. ഈ പ്രതലബലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറു പ്രാണികൾക്കും കൊതുകുകൾക്കും വെള്ളത്തിന് മീതെ തായാതെ ഓടി നടക്കാൻ കഴിയുന്നത് ഈ ജലപ്രതല ബലം എന്ന് പറയുന്ന ഈ കാരണം കൊണ്ടാണ്. മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഒരു ചെറിയ ബ്ലേഡ് വെള്ളത്തിൽ താഴ്ന്നു പോകാതെ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ താഴേക്ക് വീഴുന്നതും എന്തിന്റെ കാരണമാണ്? പ്രതലബലം കാരണമാണ്. ഈ പ്രതലബലം, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയിൽ പെട്ടതാണ്. സോ ഈ 4 സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് അറിവുള്ള ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.